ഇനി ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ഇഞ്ഞാരും എന്താക്കാൻ നിൽക്കണ്ട, കാഫിറാക്കാനും മറ്റേതാക്കാൻ ഇഞ്ഞ് വരാൻ നിൽക്കണ്ട. ഞങ്ങൾ അങ്ങനെ ആരും ബന്നാൽ തന്നെ എനിക്കൊരു തേങ്ങയില്ല. ഞാൻ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു മുസൽമാനാണ്. അതുകൊണ്ട് തന്നെ ഈ ജായി ചട്ടത്രയെ കണ്ടിട്ട് അതിനെപ്പറ്റി ഒന്നും പറയാൻ കഴിയുന്നില്ല. ഒരു ചങ്ങായി ഓനക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഉടായ്പായിട്ട് വരുമ്പോൾ അതിന് നിന്ന് കൊടുക്കണേ നമ്മുടെ നാട്ടിലെ നാണം കെട്ട സ്ത്രീകൾ. ഇവരൊക്കെ ചുളുകൾ സ്വർഗത്ത് പോകാൻ നിൽക്കുകയാണ്. ഇവരെ വിചാരിച്ച് നിസ്കരിച്ചിലും കുഴപ്പമില്ല, നോമ്പെടുത്തിലും കുഴപ്പമില്ല. ഈ ചെങ്ങായിൻ്റെ നൂർ ഹബീബ് നടക്കണ ഈ ചെങ്ങായിൻ്റെ അവിടെ പോയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ, ആ കൊടിമരം പിടിച്ചാൽ അവിടെ പോയിട്ട് സ്വലാത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചു തീർക്കുക. ഈ സ്വലാത്ത് മജ്ലിസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അന്നത്തെ ളുഹ്ർ വരെ ഒഴിവാക്കിയിട്ടേക്കാരം ഈ ബല് ആ പരിപാടിക്ക് പോയിക്കുക. അതിനൊന്നും അവർക്ക് കുഴപ്പമില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ ബലിയാടാകുന്നത് നമ്മുടെ നാട്ടിലെ നാണം കെട്ട കുറേ സ്ത്രീകളാണ്. വെറുതെ അല്ല പറഞ്ഞിരിക്കുന്നത്, നരകത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകളെക്കാണെന്ന് പറഞ്ഞ് വെറുതെ അല്ല. ഞാൻ ഈ സ്ത്രീകളൊക്കെ പോകുന്ന വീട്ടിലത്തെ ആണുങ്ങളോടാണ് പറയണത്. കുറേ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണ് ഇതിൽ ബലിയാടാകണത്. ചുളുവിൽ സ്വർഗത്ത് പോകാൻ നിൽക്കുക. നിങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങൾ, നിങ്ങൾ ചെയ്ത നിസ്കാര ഓത്തും അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുള്ളൂ. ഈ ചെങ്ങായിൻ്റെ ഉടായ്പിൽ നിന്ന് പോയിട്ട് വെറുതെ പോയി തല ചുടുക്കാൻ നിൽക്കല്ലേ. ഓനക്ക് ജീവിച്ചാൻ വേണ്ടി നടക്കുകയാണ്. പല ഉടായ്പകളും നടത്തി അതിലൊന്നും കഴിച്ചില്ലാതെ വന്നപ്പോൾ അവസാനമായിട്ട് അവൻ കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് മതം വെക്കുക. ഒരു പച്ച തുണിയും ഒരു പച്ച കൊടിയും വെച്ച് തലയിൽ കറുത്ത തൊപ്പിയും വെച്ച് കഴിഞ്ഞാൽ ഓൻ തങ്ങളെന്ന് നടക്കുക. ഓന് വെറുതെ അതിലെന്താക്കില്ല നിങ്ങളെ തല വെച്ച് കൊടുക്കാൻ നിൽക്കല്ലേ. നിങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങളും നിങ്ങൾ ചെയ്ത നിസ്കാരം ഓത്തും നോമ്പും